മമ്മൂട്ടിക്ക് ഒരു 100 കോടി ചിത്രം ഉണ്ടാകുമോ? മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായ പുലിമുരുകൻ റിലീസ് ചെയ്തപ്പോൾ മുതലുള്ള പലരുടെയും പരിഹാസം നിറഞ്ഞ ചോദ്യമാണിത്. 2016 ഒക്ടോബറിലായിരുന്നു പുലിമുരുകൻ റിലീസ് ചെയ്തത്. മോഹൻലാൽ തുടങ്ങിവെച്ച 100 കോടി ക്ലബിലേക്ക് പൃഥ്വിരാജും ഫഹദും നസ്രനുമെല്ലാം കയറിയപ്പോഴും മമ്മൂട്ടിയെ പലരും ട്രോളി. ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ പുതിയ ചിത്രം മാർക്കോ 100 കോടി ക്ലബിലെത്തിയപ്പോൾ ആ പരിഹാസം നിറഞ്ഞ ചോദ്യം വീണ്ടും ഉയരുകയാണ്. മമ്മൂട്ടിക്ക് ഒരു 100 കോടി ചിത്രം ഉണ്ടാകുമോ? ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് മമ്മൂട്ടിയുടെ സമീപകാലത്തെ സിനിമകളുടെ തിരഞ്ഞെടുപ്പിലേക്കാണ്. അതിനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യത്തിലേക്കാണ്. കോവിഡാനന്തരം മമ്മൂട്ടി തിരഞ്ഞെടുത്ത സിനിമകളും കഥാപാത്രങ്ങളും ഒട്ടുമിക്കതും കോടി ക്ലബ്ബുകൾ ലക്ഷ്യം വെച്ചുള്ളവയായിരുന്നില്ല. നേരെ മറിച്ച് അയാളുടെ നടനെയും മലയാള സിനിമയെ തന്നെയും വീണ്ടും വീണ്ടും തേച്ചു മിനുക്കാൻ പറ്റുന്നവയായിരുന്നു. പുഴു സിനിമ തന്നെ ഉദാഹരണമായെടുക്കാം. ഒരു സൂപ്പർ താരത്തിന്റെ കുപ്പായം അഴിച്ചുവെച്ച് സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരിക്കലും മാറാത്ത ഒരു രോഗത്തിനടിമയായ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി പുഴുവിൽ അവതരിപ്പിച്ചത്. നന്മകൾ നേരത്തെ മയക്കത്തിലാകട്ടെ, ഏതൊരു നടനും ആഗ്രഹിക്കുന്ന വൈവിധ്യമാർന്ന 2 ഭാവങ്ങളാണ് അദ്ദേഹം പകർന്നാടിയത്. കാതൽ ദി കൗർ എന്ന ചിത്രത്തിലാകട്ടെ, മലയാളിയുടെ പൗരുഷത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടൻ മമ്മൂട്ടി ക്വിയർ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. തന്റെ സ്വത്വം തുറന്നു പറയാൻ മാത്യു ദേവസിക്ക് ആദ്യം കഴിയാതെ വരുന്നതും അത് അയാളിൽ ഉണ്ടാക്കുന്ന ആത്മസംഘർഷങ്ങളും മമ്മൂട്ടിയിലൂടെ കാണുമ്പോൾ അത് പ്രേക്ഷകർക്കും ഒരു തിരിച്ചറിവാണ്. സമൂഹത്തിൽ ഇത്തരം മാത്യു ദേവസിമാരുണ്ടെന്ന തിരിച്ചറിവ്. കാതലിലൂടെ ക്വിയർ ലൈഫ് എന്നത് കോമൺ ആണെന്ന്, നോർമൽ ആണെന്ന് അദ്ദേഹം മലയാള സിനിമയും പ്രേക്ഷകരെയും ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ വർഷം മലയാളം സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച പ്രകടനമെന്ന് വിളിക്കാം ഭ്രമയുഗത്തിലെ കൊടുമൺ പൂറ്റി. ശരീരഭാഷ കൊണ്ടും ശബ്ദം കൊണ്ടുമെല്ലാം മറ്റെല്ലാവരെയും അസൂയപ്പെടുത്തും വിധം മമ്മൂട്ടി പകർന്നാടിയ ഒരു വേഷം. സിനിമയുടെ അവസാന ഭാഗത്തിൽ സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രത്തിന് മുന്നിൽ മമ്മൂട്ടി നടത്തുന്ന ഒരു പ്രകടനമുണ്ട്. കാണുന്ന പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒന്ന്. അതുപോലെ കൊടുമൺ പോറ്റി ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗമുണ്ട് ആ സിനിമയിൽ. ആ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പോലും വിസ്മയിപ്പിക്കുന്ന ഒരു പരകായ പ്രവേശമുണ്ട്. ഈ കഥാപാത്രങ്ങളൊന്നും ഒരു സൂപ്പർ താരത്തെ ആഘോഷിക്കും വിധമുള്ളവയല്ല. നേരെ മറിച്ച് മമ്മൂട്ടിയിലെ നടന്റെ പുതിയ സാധ്യതകൾ തേടി പോകുന്നവയായിരുന്നു. ഇതിൽ റോഷാക്ക്, നന്മകൾ നേരത്തെ മയക്കം, കാതൽ തുടങ്ങിയ സിനിമകൾ അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത്. മമ്മൂട്ടിയുടെ സമീപകാല റിലീസുകളിൽ കൊമേഴ്ഷ്യൽ ചേരുവകൾ കൊണ്ട് സമ്പന്നമായ സിനിമ ടർബോ മാത്രമായിരുന്നു. അവിടെയും തന്റെ 73-ാം വയസ്സിൽ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് തന്നിൽ നടനെ തൃപ്തിപ്പെടുത്താനാകാം അദ്ദേഹം നോക്കിയത്. ഇനി വരാനിരിക്കുന്ന മമ്മൂട്ടി റിലീസുകൾ നോക്കിയാലോ? ഓരോന്നും ഓരോ ഓണറുകളിൽ കഥ പറയുന്നവയാണ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണ് മമ്മൂട്ടിയുടെ ഈ വർഷത്തെ ആദ്യ റിലീസ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ അവസാനം പുറത്തിറങ്ങിയ ട്രെയിലർ വരെ ഒരു ഫൺ വൈബ് മിസ്റ്ററി എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. രാജമാണിക്യവും തുറുപ്പുകുലാനും ഉൾപ്പെടെയുള്ള സിനിമകൾ ആഘോഷമായപ്പോൾ പോലും കോമഡി ടൈമിങ്ങിന്റെ പേരിൽ മമ്മൂട്ടി ട്രോൾ ചെയ്യപ്പെടാറുണ്ട്. ആ ട്രോളുകൾക്ക് ഈ കലൂരിലെ ഷെർലക് ഹോംസ് മറുപടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡൊമിനിക്കിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു മമ്മൂട്ടി പടം അടുത്ത മാസം വരുന്നുണ്ട്. ഒരു ഗെയിം ത്രില്ലർ ബസൂക്ക. കുറച്ചു കാലത്തിന് ശേഷം അടിമുടി മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് റോൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണിത്. മലയാളത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ജോണറിൽ കഥ പറയുന്ന സിനിമയാണിത്. ബസൂക്കയിലൂടെ തന്റെ വിമർശകരോടും സ്റ്റൈലിഷ് സിനിമകൾ തേടി മറ്റ് ഭാഷകളിലേക്ക് പോകുന്നവരോടും നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി എന്ന് മമ്മൂട്ടി ഓർമ്മിപ്പിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയിലെ നടനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കഥാപാത്രവും ഈ വർഷം എടുക്കുന്നുണ്ട്. ജിതൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി വില്ലൻ കഥാപാത്രമായാണ് എത്തുന്നത്. അതും ജോൺ വിട്ടാസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു സ്ത്രീ പീഡകനായ വില്ലൻ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ എല്ലാ സൂപ്പർ താര സങ്കല്പങ്ങളും തകർത്തുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ ജൈത്രയാത്രയിൽ ഒരു പൊൻതൂവൽ തന്നെ ആയേക്കാം ഈ കഥാപാത്രം. നടൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും മമ്മൂട്ടി ശ്രമിക്കുന്നത് കോടികൾ വാരുന്ന സിനിമകൾക്കല്ല, മറിച്ച് മലയാളത്തിന്റെ, ഇന്ത്യൻ സിനിമയുടെ അടുത്ത തലമുറകൾക്കുള്ള പുത്തൻ പരീക്ഷണങ്ങൾക്കുള്ള വഴി തുറന്നു വെക്കുകയാണ്. അതിനാൽ തന്നെയാണ് സൂര്യ മുതൽ വെട്രിമാറിനും പാരഞ്ചിത്തുമെല്ലാം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകളെ വാനോളം പ്രകീർത്തിച്ചതും. അനുരാഗ് കശ്യപിനെ പോലുള്ളവർ മമ്മൂട്ടി ചെയ്യുന്ന സിനിമകൾ നോക്കൂ, എത്ര ബോളിവുഡ് നടന്മാർ ചെയ്യും അതൊക്കെയെന്ന് പറഞ്ഞത്. 100 കോടി 200 കോടി ക്ലബ്ബുകളിലൂടെ വാണിജ്യപരമായ മലയാള സിനിമ വളരുകയാണ്. അതിൽ എതിരഭിപ്രായം വേണ്ട. അത് മലയാള സിനിമാ വ്യവസായത്തിന് നൽകുന്നത് വലിയ ഊർജ്ജമാണെന്നതിൽ തർക്കവുമില്ല. എന്നാൽ കോടി ക്ലബ്ബുകളുടെ പേരിൽ മമ്മൂട്ടി എന്ന അഭിനേതാവിനെ അളക്കരുത്. കാരണം അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കോടി ക്ലബിലല്ല, കോടിക്കണക്കിന് പ്രേക്ഷകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനാണ് ഈ യാത്രയെന്ന്.